Hi guys, once again welcome back to Nihal Perspective. Yes, അങ്ങനെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് പുതിയ മാറ്റങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കുന്ന കുട്ടികളോട് സോഷ്യലിലെ ഹിസ്റ്ററിയുടെ ചേഞ്ചസ് നിങ്ങൾ പറഞ്ഞു. ബയോളജി ആയിട്ട് സുധീമിസ് വന്നിട്ടുണ്ട്. എന്താ ശരിക്കും ബയോളജി പണി വാളോ? ബയോളജി പണി പാളെന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ പാളാൻ ചാൻസ് ഉണ്ട്. പക്ഷെ പാള എപ്പോഴാ നമ്മൾ ലാസ്റ്റ് മിനിറ്റിലേക്ക് വെച്ചാൽ മാത്രം. കാരണം ലാസ്റ്റ് ഇയറിലെ ടെക്സ്റ്റ് ബുക്ക് വെച്ച് നോക്കുമ്പോൾ കണ്ടന്റ് ഒക്കെ കുറെയൊക്കെ സിമിലർ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും കുറെ പുതിയ ടോപ്പിക്സ് ഒരുപാട് ആഡ് ചെയ്തിട്ടുണ്ട് പല ചാപ്റ്ററുകളിലായിട്ടും. നമ്മളെ ജെനറ്റിക്സ് വരുന്നുണ്ട്, അതേപോലെ എവല്യൂഷൻ വരുന്നുണ്ട്. ഇതിലൊക്കെ കുറെ നമ്മളെ +2 എന്നൊക്കെയുള്ള കുറെ ടോപ്പിക്സ് ഒക്കെ ആഡ് ആയിട്ട് ശരിക്കും ഇവര് കുട്ടികളെ നന്നായി പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു ഗവൺമെന്റ്. അപ്പൊ ഇനി നിങ്ങളെ വെറുതെ വിടൂല, നിങ്ങൾ പഠിക്കണം, നന്നായി പഠിക്കണം, നല്ല മാർക്ക് സ്കോർ ആണ്, കണ്ടന്റ് നിങ്ങൾക്ക് വേണം. ഞാൻ അവരോട് മുന്നേ വീഡിയോ പറഞ്ഞിരുന്നു. കാരണം ഈ വർഷത്തെ 9th ഉം 10th ഉം ഇവര് 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും കഴിയുമ്പോൾ നല്ല കണ്ടന്റുള്ള കുട്ടികളെ വേണം അല്ലേ? കാരണം 9ാം ക്ലാസ് ബയോളജി ആണോ 10th ആയിരിക്കും എന്നൊക്കെ കമ്പയർ വെച്ച് നോക്കുമ്പോൾ, നിലവിലെ കിട്ടിയ ടെക്സ്റ്റ് ബുക്ക് വെച്ച് നോക്കുമ്പോൾ കമ്പയർ വെച്ച് നോക്കുമ്പോൾ കിട്ടിയ ഒരു 3 ചാപ്റ്റർ വെച്ച് നോക്കുകയാണെങ്കിൽ ആക്ച്വലി 9th ആണ് കുറച്ചും കൂടി കണ്ടന്റ് ഉള്ളത്. എനിക്ക് തോന്നുന്നത് ഇവര് നമ്മളെ +1 +2 പാറ്റേൺ ആയിട്ട് സിമിലർ ആക്കിയതാന്ന് തോന്നുന്നുണ്ട്. കാരണം +1 +2 ബയോളജി എങ്ങനെയാ പറഞ്ഞാൽ +1 കുറച്ചും കൂടി കോണ്ടന്റ് കൂടുതലുള്ള ടൈപ്പും +2 ഇത്രയും കൂടെ ഒരു ഈസിയും ഉള്ള പോലെയാണ്. അപ്പൊ ആ ഒരു രീതിക്കാണ് ഒരു കോണ്ടന്റ് സിമിലാരിറ്റി. പക്ഷെ നമ്മുടെ കഴിഞ്ഞ കാലത്തെ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഇപ്പൊ കിട്ടിയത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത് ജീവന്റെ ജനിതകം എന്ന് പറഞ്ഞിട്ട് നമ്മളെ ജെനറ്റിക്സ് ആണ് ജെനറ്റിക്സ്, ജീവന്റെ ജനിതകം. യെസ്, അതെ, DNA RNA അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും. പിന്നെ നമ്മളെ പരിണാമത്തിന്റെ വഴികൾ, എവല്യൂഷനെ പറ്റിയിട്ടുള്ള മനുഷ്യൻ മാത്രമല്ല എല്ലാം ഉണ്ടാവും. ഡാർവിനിസം ഉണ്ടാവും, ലമാക്കിസം ഉണ്ടാവും, അതേപോലെ തന്നെ എന്താ നല്ല ഭംഗിയുണ്ട്. നല്ല രസമുണ്ട് മക്കളെ ടെക്സ്റ്റ് ബുക്ക് ആണ്. ഇതിന്റെ നോട്ട്സ് ടെക്സ്റ്റ് ബുക്ക് ഉടനെ നിങ്ങളുടെ കയ്യിലേക്ക് എത്തുട്ടോ. ഇതിന്റെ PDF ഒക്കെ നോക്കി, നിങ്ങൾ ഇതിന്റെ ജസ്റ്റ് ഈ ഭാഗം കാണിക്കണം നോക്കി, നിങ്ങളുടെ HD ദൃശ്യം കൊള്ളാം. നല്ല ഇതുണ്ട്, ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് പരിപാടികൾ. എനിക്ക് നോക്കൂല്ലേ അപ്പൊ കൊടുക്കാൻ. പക്ഷെ എനിക്ക് ഫീൽ ചെയ്തത് ഒരു കണക്കിന് ഈ ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ മാറുന്നത് നല്ലതായിട്ടാ. കാരണം വെച്ച് കഴിഞ്ഞാല് അല്ലാതെ മുന്നത്തെ ഒരു കണ്ടീഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ 10th വരെ നമ്മൾ വളരെ സിമ്പിൾ സാധനങ്ങൾ പഠിച്ച് പെട്ടെന്ന് ഹയർ സെക്കൻഡറി ലോകത്തേക്ക് ഷോക്കില്ലേ, അതിനേക്കാളും നല്ല. ശരിക്കും എന്താ പറയുക, ഇവർക്ക് ശരിക്കും നമ്മൾ ആ കൊറോണയുടെ ടൈമിൽ നല്ലൊരു പഠന വീട് അവർക്ക് സംഭവിച്ചു. ശരിക്കും ആ കുട്ടികളാണ് ഇപ്പൊ പെട്ടെന്ന് ടെക്സ്റ്റ് ബുക്ക് എന്നൊക്കെ മാറി ആകെ കൺഫ്യൂഷൻ ആയി പോകും. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് 9th വലിയൊരു മാറ്റം സംഭവിച്ചു. നിങ്ങൾ അത് റെഡിയായ കുട്ടികളാണ്. 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് മാറിയോ നിങ്ങൾ വിചാരിക്കേണ്ട. 10ാം ക്ലാസ്സിൽ ഞങ്ങൾ എത്തി, പഠിക്കാൻ വേണ്ടി പോകുന്നു. കുറച്ചധികം കാര്യങ്ങൾ പഠിക്കുകയാണ്. അതൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം മുതലേ തുടക്കം മുതലേ പഠിച്ചു തുടങ്ങിയ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാം, റെഡിയായി വരും. ഓക്കെ, അപ്പൊ ആ ചാപ്റ്റേഴ്സിന്റെ പേരൊക്കെ നോട്ട് ചെയ്തത്. 3ാം ചാപ്റ്റർ എന്തായിരുന്നു? 3ാം ചാപ്റ്റർ സംവേദനങ്ങൾക്ക് പിന്നിൽ, സെൻസേഷൻ റെസ്പോൺസ് പോലത്തെ ചാപ്റ്റർ. അപ്പൊ എളുപ്പത്തിൽ നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ തുടക്കം മുതൽ പഠിച്ചു തുടങ്ങി നിങ്ങൾക്ക് പഠിക്കാവുന്ന കണ്ടന്റൊക്കെ തന്നെ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുന്ന പരിപാടി, ടെക്സ്റ്റ് ബുക്ക് കുറെ പഠിക്കാണ്ട് ഇനി എന്നെ കൊണ്ട് ആവില്ല എന്നുള്ള നെഗറ്റീവ് അല്ല വേണ്ടത്. ഞാൻ ഒന്നും കൂടി ഉഷാറായി പഠിക്കണം, തുടക്കം മുതലേ പഠിച്ചു തുടങ്ങണം എന്നൊരു ടോപ്പിക്കിലെ ഒരു കോൺഫിഡൻസിൽ നിങ്ങൾ എത്തും അല്ലെ? തുടക്കം മുതൽ പഠിച്ച് എന്തായാലും കിട്ടൂലേ? എന്തായാലും കിട്ടും. കാരണം കോണ്ടന്റ് നിങ്ങൾക്ക് സൂപ്പർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഏത് രീതി ഇപ്പൊ പാറ്റേൺ മാറാനുള്ള ചാൻസ് ഉണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ ഒക്കെ മാറാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ കോണ്ടന്റ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതി ക്വസ്റ്റ്യൻ വന്നാലും എഴുതാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മളെല്ലാവരും ഇപ്പൊ ടെക്സ്റ്റ് ബുക്ക് മാറുമ്പോൾ നമ്മൾ പേടിക്കുന്നില്ലല്ലോ, കാരണം നമുക്ക് എല്ലാം അറിയാലോ. കാരണം നമുക്കൊരു പേടിയൊന്നുമില്ല. കാരണം ഇതൊക്കെ ഇതിനെക്കാട്ട് വലുതൊക്കെ നമ്മൾ പല CBSE ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന, +1 +2 നമ്മൾ പഠിപ്പിക്കുന്ന. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ വളരെ സിമ്പിൾ പാതിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നല്ല ടൈൽസിന്റെ റോഡിലൂടെ നടന്ന് ശീലിച്ച് നിങ്ങൾ പെട്ടെന്ന് ഒരു പൊളിഞ്ഞ റോഡിലേക്ക് നിങ്ങൾ എന്തായിരിക്കും. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് പെട്ടെന്ന് സ്വിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു പേടി, അല്ലെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ പേടി. പക്ഷെ നിങ്ങൾ അതൊന്നും ടെൻഷൻ അടിക്കേണ്ട. നമ്മളെല്ലാം കഴിഞ്ഞ സന്ദർഭങ്ങളിലൊക്കെ 9th ടെക്സ്റ്റ് ബുക്ക് മാറിയപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഓരോ കണ്ടന്റ് നിങ്ങളെ പഠിപ്പിച്ചത് അതുപോലെ എളുപ്പത്തിൽ സെറ്റപ്പാക്കി നമ്മൾ പഠിപ്പിച്ചിരും. നിങ്ങൾ എന്ത് ചെയ്യുക, തുടക്കം മുതലേ പഠിക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നിങ്ങൾ എത്തുക അല്ലെ? യെസ്. അപ്പൊ മക്കളെ, എനിവേ താങ്ക് യു സോ മച്ച്. അപ്പൊ അടുത്ത വീഡിയോസ് ആയി കാണുന്നവരെ ബൈ.